എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ചോര നീരാക്കി 10-60 വർഷം കഷ്ടപ്പെട്ട പണിതുയർത്തിയതാണ് ഈ വീട്. അതിൻ്റെ സർവ്വസമ്പാദ്യവും ഞാൻ ഈ വീട്ടിലാണ് ചെലവഴിച്ചിരിക്കുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ പൊന്നുമല എന്നൊക്കെ പറഞ്ഞ് തുച്ഛമായ ഒരു പ്രതിഫലം തന്നാൽ എനിക്കിനി പോയി വേറൊരു വീട് മേടിക്കാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഈ വീടും സ്ഥലം കൂടെ എടുക്കുന്നതിന് ശേഷം ബാലൻസ് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പെട്ടിക്കട കൊണ്ട് വെക്കാനുള്ള സ്ഥലമേ അതിനകത്ത് കിട്ടുന്നത്. അവിടെ ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും പെരുവഴിയിലേക്ക് ഇറങ്ങുക. പിന്നെ എനിക്ക് എൻ്റെ മുമ്പിൽ ഇവിടെ കർഷകരൊക്കെ കാണിക്കുന്ന പോലെ ഉള്ള ചില ആത്മാഹൂതികളും ഒക്കെ നമ്മുടെ മുമ്പിൽ പിന്നെ കാണുന്ന അതൊക്കെ ആയിരിക്കും. അത് ഓർത്തിരുന്നാൽ എല്ലാവർക്കും നല്ല. ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പുതിയ ബൈപ്പാസ് നിർമ്മാണമാണ്. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെ വാഹനത്തിരക്ക്, ഗതാഗത ബ്ലോക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വാഗ്ദാനങ്ങൾ, പലരും നടത്തിയ വാഗ്ദാനങ്ങളുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ MLA ധനകാര്യ വകുപ്പ് മന്ത്രിയായ KN ബാലഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളിൽ ആദ്യത്തേത് ഈ ബൈപ്പാസ് നിർമ്മാണമായിരുന്നു. കഴിഞ്ഞ മുൻ MLA ഐഷ പോറ്റിയുടെ കാലത്തും ഇവിടുത്തെ ഗതാഗത കുരുക്ക് മാറ്റാൻ വേണ്ടി ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ഏകദേശമൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ AS വരെ കിട്ടിയതാണ്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അതിൻ്റെ AS വരെ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വരെ ലഭിച്ചതാണ്. അത് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ബൈപ്പാസ് എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം ഒരു സർവേ ഒക്കെ നടത്തി ഒരു അലൈൻമെൻ്റ് ഒക്കെ ഉണ്ടാക്കി. അത് കുറേ ആളുകളുടെ എതിർപ്പുകളും സ്വാധീനങ്ങളും ഒക്കെ വന്നപ്പോൾ അത് മാറ്റി പുതിയൊരു സർവേ നടത്തി ഒരു അലൈൻമെൻ്റ് ഒക്കെ ഉണ്ടാക്കി. പക്ഷേ അതെല്ലാം ഈ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് പൂഴ്ത്തി വെച്ചിട്ട് ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കകം നടക്കുകയാണ്. അതിനുള്ള കേളികൊട്ട് ആരംഭിച്ചപ്പോൾ ഈ പഴയ വാഗ്ദാനം നടപ്പിലാക്കാനെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വരെ, ഗസറ്റ് വിജ്ഞാപനം വരെ ഇറക്കി. അത് ആ പുതിയ സർവേ അനുസരിച്ച് വീടുകൾ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉടൻ, സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉടൻ പൈസ കൊടുക്കുന്നു, അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രചാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പുതിയ ബൈപ്പാസിന് വേണ്ടി പുതിയ അലൈൻമെൻ്റ് അനുസരിച്ച് ഒരുപാട് വീടുകളാണ് നഷ്ടപ്പെടുന്നത്. ഒരുപാട് കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെടുന്നുണ്ട്. അതിൽ നഷ്ടപ്പെടുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അത് ജോസ് പാറയ്ക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വീട് ആദ്യം നമുക്ക് ഒന്ന് കാണാം. ജോസിൻ്റെ വീട് മാത്രമല്ല, ആ ജോസിൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരുപാട് വീടുകളും ഒരുപാട് പേരുടെ സ്ഥലങ്ങളുമാണ് നഷ്ടപ്പെടുന്നത്. കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ അവരെ വഴിയാധാരമാക്കിക്കൊണ്ട് പെട്ടെന്ന്, കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും പൈസ കൊടുക്കുന്നു, എല്ലാവരും ഇറങ്ങിപ്പോകണം, എല്ലാവരും ഇറങ്ങണം, പിന്നെ എല്ലാവർക്കും പൈസ കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രചാരണം വന്നത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുള്ള പ്രചരണം മാത്രമാണ് നടക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ പൈസ കിട്ടേണ്ടവർ, അതായത് ഈ വസ്തുവും വീടും ഒക്കെ പോകുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നോടൊപ്പം ഉള്ളത് ഞാൻ പോയി പറഞ്ഞതുപോലെ വീട് നഷ്ടപ്പെടുന്ന ജോസ് പാറയ്ക്കലും ഇവിടുത്തെ വാർഡ് കൗൺസിലർ ശ്രീ EV ഫിലിപ്പുമാണ് എന്നോടൊപ്പം ഉള്ളത്. എന്താണ് ജോസെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞോ, അതോ ഇതിന്റെ നിലവിലുള്ള കാര്യങ്ങൾ എന്താ? നിലവിലുള്ള കാര്യങ്ങൾ ഇപ്പം 2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക. 4/11 2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക. വസ്തു എടുക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക. പക്ഷേ ഇത് ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഈ 2 മാസം കൊണ്ട് ഈ റോഡിൻ്റെ എന്ത് പണി നടത്താൻ പറ്റും? ആ കൂടി ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഈ ആളുകളെ എല്ലാം ഒന്ന് ഇളക്കി ഒരു കല്ലും സ്ഥാപിച്ച്, സർവേ ഒന്നും പൂർത്തിയാക്കാതെ കല്ല് സ്ഥാപിച്ചിരിക്കുക. കല്ല് സ്ഥാപിച്ച് ഉദ്ഘാടനം നടത്തുക, റോഡിൻ്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ള ഒരു മാമാങ്കത്തിലേക്കാണ് ഇതിപ്പം പ്രവേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ളവർ വളരെ ബുദ്ധിമുട്ടുക. കാരണം ഞാനാണെങ്കിൽ ഒരു വൃക്കരോഗിയാണ്. ഇന്നിപ്പം ഡയാലിസിസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുക.
അപ്പം എന്നെ കൊണ്ട് ഇനി ഒരു വീട് വെക്കാനോ അതിന് പണി ചെയ്യിക്കാനോ ഒന്നും കഴിയത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്കിനി എൻ്റെ വസ്തു എടുക്കുന്നതിനകത്ത് എനിക്ക് ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഇതിനകത്ത് ബാലൻസ് ഇല്ല. വേണ്ട 48 സെന്റ് വസ്തുവുണ്ട്. വസ്തു ഉള്ളതിൽ ഈ വീട് നിൽക്കുന്നതും ഇതിനോട് ചേർന്ന നല്ല പോർഷനും മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെ കൂടെ ഒരു കനാൽ റോഡ്, ഇപ്പൊ ആ റോഡായി. മറ്റേ മൈൻ ഇറിഗേഷന്റെ കനാലായിരുന്നു, ചെറിയ കനാലായിരുന്നു. ആ കനാൽ റോഡാക്കി അത് ഇപ്പം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുക. അതിലെ കൂടാണ് ആദ്യമേ ഈ സർവേ വന്ന് അവിടെ എല്ലാം കല്ല് വിട്ടു. അത് നേരെ ചെന്ന് ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുമ്പിലാണ് കയറുന്നത്. ആ കയറുന്നതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കൊന്നും ഒരു വീടും പോകുന്നില്ല. ഇത് ആദ്യം ആ കല്ലിട്ടത് ഇങ്ങോട്ട് വന്ന് ഓരോ ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ ഇത് കുറെ സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുവാനാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രണ്ടാമതൊരു സർവേ നടത്തി വന്നപ്പോഴത്തേന് ഈ പരുവമായി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ ഒരു ഫാദറിൻ്റെ സഹോദരങ്ങളുടെ വീട്, 1-2 വീടുള്ളത്. അതിൽ ഒരു വീട്ടിൽ കിടപ്പ് രോഗിയുണ്ട്, അത് ഞാൻ കിടപ്പ് രോഗിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഡോക്ടറും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ആക്സിഡൻറ്റും ഒക്കെ സംഭവിച്ച് ഒരു വല്ലാത്ത കണ്ടീഷനില്ല, കൂടുതൽ യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ദ്രോഹിക്കാനായിട്ട് മനഃപൂർവ്വമായിട്ട് ഇത് ചെയ്തിരിക്കുക. ഇത് അതുപോലെ തന്നെ ഇത് താഴെ മുതലേ നോക്കിയാൽ ബ്രദറൻ ഹാള്, ഓർത്തഡോക്സ് സഭയുടെ കൺവെൻഷൻ സെന്റർ, മാർത്തോമ ജൂബിലി മന്ദിരത്തിന്റെ കൺവെൻഷൻ സെന്റർ, ബെർസേബെ IPCയുടെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ദ പെന്തക്കോസ്റ്റ് മിഷൻ, ഇത്രയും കൺവെൻഷനുകൾ ഇവിടെ നമ്മുടെ കൊട്ടാരക്കരയെ സംബന്ധിച്ചുള്ള കൺവെൻഷനുകളുടെ ഒരു നാടാണ്. അത് ഏത് സഭയാകട്ടെ എന്താകട്ടെ, അത് കുറെ ആളുകൾ സാംസ്കാരികമായും മതപരമായും ഒത്തുചേരുന്ന ഒരു ഇടങ്ങളിൽ അതിലേക്കൂടാണ് റോഡ്, ഈ ബൈപ്പാസിനും ഫ്ലൈ ഓവറും ഒക്കെ കൊണ്ടുപോകുന്നത്. അതിന്റെ കീഴിലൊന്നും ആരും ഇരിക്കാൻ ഒക്കത്തില്ല. ഇന്നത്തെ അവസ്ഥ അറിയാമല്ലോ, ഓരോരുത്തർക്ക് കെട്ടിയ റോഡും ഒക്കെ ഇടിഞ്ഞു വീഴുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും കയറി ഇരിക്കാൻ ചെല്ലുമോ? ഒരു മഴയത്തൂലും കയറിയിരിക്കാൻ ആരും ചെല്ലുമെന്ന് പ്രതീക്ഷിക്കണ്ട. കാരണം അങ്ങനെയാണ് നമ്മുടെ സർക്കാരിന്റെ പണികൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ ഇതിന്റെ ലെന്ത്, ആദ്യം എടുത്ത ലെന്ത് അനുസരിച്ചിട്ട് ഈ എലപ്പങ്കലങ്ങിന്റെ അവിടെ, അതായത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ അവിടെ കയറുമ്പോൾ ഉള്ളതിനേക്കാൾ പിന്നീട് ഒരു 100-300 മീറ്ററൂടെ അപ്പുറത്തോട്ട് മാറിയാണ് ഇപ്പോഴത്തെ ചെയ്തിരിക്കുന്നത്. അതും ചെയ്തുകൊണ്ട് വന്നതിനകത്ത് പലരെയും സ്വാധീനിച്ച് അത് ഒന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട്. സ്വാധീനമുള്ളവരെ, കാശ് ചെലവാക്കാൻ കഴിയുന്നവരെ, അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ വസ്തുക്കൾ മേടിച്ച് ഈ പലമുക്കിലും ഒക്കെ, അതായത് നമ്മുടെ ഈ ബൈപ്പാസ് വരുന്നിടത്ത് കൃത്യമായി സ്കെച്ച് വെച്ച് പലരും വസ്തു ഇവിടെ മേടിച്ചിട്ടുണ്ട്. ബിനാമി ഏർപ്പാടിൽ തന്നെ മേടിച്ചിട്ടുണ്ട്. അത് വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുന്നതാ. അപ്പൊ ഇതെല്ലാം കൂടെ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ റോഡിന്റെ ഇപ്പൊ നടത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വാധീനം ഉള്ളവരെ ഇതിൽ നിന്നും, ഈ സർവേയിൽ നിന്നും ഒഴിവാക്കി ആണ് ഈ മഞ്ഞക്കുറ്റി ഇട്ട് ഈ സർവേ ഒക്കെ നടത്തിയിരിക്കുന്നത്, സ്ഥലമൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നു. വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ ശ്രീ വി ഫിലിപ്പിന് എന്താണ് പറയാനുള്ളത്? കൊട്ടാരക്കര നഗരസഭയുടെ ഹൃദയഭാഗത്തൂടെ പുലവൺ പ്രദേശത്തൂടെ, അഥവാ ഭരണിക്ക അമ്പലം തൊട്ട് നമ്മുടെ ഇയ്യങ്കുന്നിൻ്റെ ഭാഗം വരെ ഉള്ള പ്രദേശമാണ് ഇപ്പം ബൈപ്പാസിന് സാറ്റലൈറ്റ് സർവേ പ്രകാരം കല്ലിട്ടേക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ തൊട്ടടുത്ത നടുവൂര് ബൈപ്പാസ് ഏകദേശം നമ്മൾ 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അലൈൻമെൻ്റ് അനുസരിച്ച് വളഞ്ഞാണ് ആ ബൈപ്പാസ് പോകുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പുലവം പ്രദേശത്ത് 10ഓളം വീടുകൾക്ക് നാശം സംഭവിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യം. ഇവിടെ ജോസിൻ്റെ ഉദാഹരണം, ജോസിൻ്റെ തന്നെ പറഞ്ഞു. ജോസ് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ പലരും. അപ്പോൾ ജോസ് വീട് പണിഞ്ഞിട്ട് തന്നെ 1 കൊല്ലമേ ആവുന്നുള്ളൂ. അത് പണി പൂർത്തീകരിച്ചിട്ടുമില്ല. തൊട്ടടുത്ത എബിഡോക്ടർ പുതിയ വീടുകൾ വെച്ചതേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ ഒട്ടനവധി വീടുകളും കടകളും ഒക്കെ നമ്മുടെ ഈ പ്രദേശത്തോട് കടന്നു പോകുന്നുണ്ട്. ഇതിനൊക്കെ നമ്മുടെ അഭിപ്രായം അനുസരിച്ച് നമ്മളിതിൻ്റെ 7 അംഗ സമിതി, ഉപദേശ സമിതി ഞാനുമുണ്ട്.
ഞാൻ ഒരു ദിവസം TV വെച്ച് കൂടിപ്പോയി ഞാൻ പറഞ്ഞു, ഈ സർവേ മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും ഒട്ടനവധി വീടുകൾ രക്ഷപ്പെടുകയും ചെയ്യും, നമ്മുടെ സർക്കാരിൻ്റെ സ്ഥലം മൊത്തവും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അലൈൻമെൻറ്റിൽ നിന്ന് ഒരു 10 മീറ്റർ പടിഞ്ഞാറോട്ട് മാറ്റിയാൽ തീർച്ചയായിട്ടും 6 മീറ്ററോളം പിന്നെ മൈനർ റേഷൻ്റെ സ്ഥലം കിടപ്പുണ്ട്. പൊന്നുമല വസ്തുവാണത്. അത് കഴിഞ്ഞ് പുലമൻ തോടിൻ്റെ പുറമോക്കുണ്ട്. അതിനിടയിലുള്ള കുറച്ച് ഭാഗം സ്വകാര്യ വെച്ചുള്ള ഭൂമിയാണ്. അവിടെ കെട്ടിടങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും എടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിനും ലാഭം ഇതാണ്. ഇത്രയും വീടുകൾ നാശനഷ്ടം ഉണ്ടാവുകയില്ല. അപ്പോൾ അത്ര ഒരു തീരുമാനം എടുക്കണം എന്നുള്ള അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും പിന്നെ കുറേ രണ്ടാഴ്ച കൂടുമ്പം അവിടെ ഇവിടെ ഓരോരുത്തർ ചെയിൻ വെച്ച് അളക്കുന്നതല്ലാതെ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം സാറ്റലൈറ്റ് സർവേ നടത്തി കല്ലിട്ടിട്ടുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു വസ്തു എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ ഏജൻസികൾ വസ്തു എടുക്കുമ്പോൾ അതിന് നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും നാളെ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും ഒരു വിജ്ഞാപനം ഉണ്ടായിട്ടുണ്ട്, ഉടൻ പണി മുടങ്ങാൻ പോകുന്നു. എങ്ങനെ പണി മുടങ്ങാൻ പറ്റും? 110 കോടി രൂപ ആദ്യ ഗവൺമെൻറ് പച്ചയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 110 കോടി രൂപ ഭൂമി എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ പൈസ. അത് കഴിഞ്ഞ് എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട്, എന്തെല്ലാം തർക്കങ്ങളുണ്ട്, അതെല്ലാം പരിഹരിച്ച് പോകണമെങ്കിലും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഇനിയും ആവശ്യമുണ്ട്. അതൊന്നും വരെ ഇപ്പോഴത്തെ അന്നത്തെ 110 കോടി കൊണ്ട് ഇന്നത്തെ 150 കോടി ആയാലും തീരത്തില്ല ഇതിൻ്റെ സ്ഥലമെടുപ്പ്. അപ്പോൾ അത്ര ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുമ്പം ഇപ്പം ഉടനടി ഇപ്പോൾ ഒരു വിജ്ഞാപനം ഇറക്കി ഉടനെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. എങ്ങനെ ചെയ്യുന്നത്? നാട്ടിൽ പഞ്ചായത്ത് മെമ്പർമാർ റോഡ് വെട്ടുന്നതോടാണോ ഒരു ഇറിഗേഷൻ്റെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭൂമി എടുക്കുന്നത്? അപ്പോൾ അതിന് ചില മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ അഭിപ്രായം തോടിൻ്റെ സൈഡും പുറമ്പോക്കും എല്ലാം കൂടെ സർക്കാർ സ്ഥലം ഉൾപ്പെടെ എടുത്തിട്ട് ബാക്കി പോരാത്ത സ്ഥലങ്ങൾ ആ ഏത് വ്യക്തിയാണായാലും അത് വളവ് നൂത്തെടുക്കാനുള്ള സമയം ഉണ്ടാക്കി തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ലാഭമാണ്. ഈ ദൗത്യം നിറവേറ്റാനും കഴിയും. അതല്ലാതെ നമ്മൾ ഒരു കണ്ണുമടച്ചുകൊണ്ട് ഒരു സർവേ നടത്തി ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തിയാൽ തീർച്ചയായിട്ടും ഇതൊന്നും ഫലവത്തായി വരത്തില്ല എന്ന് മാത്രമേ പറയാം. ഇനിയൊരു ഗവൺമെൻറ് തന്നെ തുലാസിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇനി ഇത്തരത്തിലൊരു സംഗതി പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് മുൻ MLA ഐഷ പോറ്റിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ചെയ്യാൻ പാടില്ല. നോട്ടിഫിക്കേഷൻ ഭരണം ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് അതിന്. LAR എടുക്കുന്ന LARകളിലൊക്കെ വരുന്നത് ലാൻഡ് അക്വിസിഷൻ. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കൊടുത്ത് ആൾക്കാർക്ക് മൊത്തം നോട്ടീസ് കൊടുത്ത് അവരെ അവെയർ ചെയ്ത് അവർക്ക് ഒന്ന് മാറാനുള്ള അവസരവും കൊടുത്ത് KIPയുടെ ഒക്കെ അക്വയർ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ആ നിയമാനുസൃതം തന്നെ വേണം അത് ചെയ്യാൻ. ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് പറഞ്ഞില്ലേ ഒരു ബൈപ്പാസോ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കണമെന്ന്. 59.46 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ ASുമായി TS കൊടുത്ത് ടെൻഡർ ചെയ്താൽ മതിയായിരുന്നു. ആ രവിനഗറിന്റെ അവിടുന്ന് അപ്പുറത്ത് വന്ന് ഇറങ്ങുന്ന ചെറിയ ദൂരം 750 മീറ്റർ അനുവദിച്ചിരുന്നതാണെന്നേ. ഗവൺമെന്റ് റെക്കോർഡുകൾ എടുത്ത് നോക്കിയേ. ബൈപ്പാസിന്റെ കാര്യം അത് എല്ലാ AS വരെ ആക്കിയതാ, എന്നിട്ടും നടന്നില്ല. ഫ്ലൈ ഓവർ ബൈപ്പാസിന് വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയപ്പോൾ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി വീട് പൊളിക്കണം, അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോഴാണ് എല്ലാവരും കൂടി ആലോചിച്ച്, അന്ന് ഗണേഷ് കുമാർ MLA ഇതുപോലൊരു സച്ചിൻ, ഇപ്പൊ വെഞ്ഞാറമൂട് ചെയ്യുന്നില്ലേ, അങ്ങനെ ഞങ്ങൾ അവിടെ തമിഴ്നാട്ടിലെ ഒരു പാലമൊക്കെ പോയി നോക്കിയപ്പോൾ സത്യം പറഞ്ഞല്ല അതിന്റെ കീഴിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഇവിടെ വരേണ്ട വണ്ടികളല്ലേ ഇവിടെ ഈ കടകളിൽ പോവുള്ളൂ. മേളിൽ കൂടെ പോകുന്നവർക്ക് മേളിൽ കൂടെ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ടൗൺ മറിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ആരൊക്കെയോ എതിർത്തു എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് അവോയ്ഡ് ചെയ്തു. കേട്ടല്ലോ ശ്രീമതി ഐഷ പോറ്റി പറയുന്നത്, ഇവിടെ നേരത്തെ ആർക്കും ശല്യമില്ലാതെ ഫ്ലൈ ഓവർ പണിയുന്ന കാര്യത്തെക്കുറിച്ച് ആണ് ചൂണ്ടിക്കാണിച്ചത്. ഫ്ലൈ ഓവർ പണിയാനായി AS വരെ കിട്ടിയെന്നാണ് ഐഷ പോറ്റി മുൻ MLA പറയുന്നത്. രവിനഗറിൻ്റെ അവിടെ മുതൽ അവിടുന്ന് കുന്നക്കരയിൽ ചെന്നിറങ്ങുന്ന ഭാഗം വരെ ഫ്ലൈ ഓവർ പണിഞ്ഞാൽ ഈ ഗതാഗതക്കുരുക്ക് കംപ്ലീറ്റ് ഒഴിവാകും. അങ്ങനെയാണ് അതിൻ്റെ സർവേ നടത്തിയതും അങ്ങനെയാണ് അതിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. പക്ഷെ അത് അട്ടിമറിച്ചു. അതല്ല ഇപ്പം നടക്കുന്നത്. അതിന് ചില ആളുകളൊക്കെ വ്യാപാരികൾ ആരൊക്കെയോ പരാതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് അത് ഫ്ലൈ ഓവർ മാറ്റിയത്. ഫ്ലൈ ഓവറിന് ഇത്ര ചെലവുമില്ല. ഫണ്ട് വരെ ഇതിന്റെ എസ്റ്റിമേറ്റ് വരെ എടുത്തതാണ്. ഇത് ഫ്ലൈ ഓവറിന് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഫ്ലൈ ഓവറിന് പിന്നെ വന്ന് എല്ലാം നെറ്റ് ബോൾട്ട് ഇട്ട് മുറുക്കി തൂണും ഇതെല്ലാം കൊണ്ടുവന്ന് നെറ്റ് ബോൾട്ടും ഒക്കെ ഇട്ട് മുറുക്കി എല്ലാം ഒരു വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണ് ഫ്ലൈ ഓവർ.
അത് രവിനഗറിന്റെ അവിടുന്ന് തുടങ്ങിയാൽ ടൗൺ ടച്ച് ചെയ്യാതെ തന്നെ മുകളിലൂടെ ആകാശപാത മുകളിലൂടെ അങ്ങ് പോകും. അത് കുന്നക്കര ചെന്നിറങ്ങി MC റോഡ് വഴി അങ്ങ് പോവുകയും ചെയ്യാം. ടൗണിൽ വരുന്നവർക്ക് മാത്രം അതിൻ്റെ അടിയിലൂടെ വരികയും ചെയ്യാം. ടൗണിലൊന്നും ഒരു പ്രശ്നവും വരില്ല. പക്ഷേ ടൗൺ ആ ഒരു വീതി കൂട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. അതിന് ചില കടകളൊക്കെ ചിലപ്പം ഒഴിവാക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഇതിൽ എത്രയോ ലാഭകരമാണ്. അങ്ങനെയാണ് മുൻ MLA ശ്രീമതി ആയിഷ പൊറ്റി പറയുന്നത്. ഇപ്പം ഈ നിലവിലുള്ള ബൈപ്പാസിന്റെ ആ ഒരു അലൈൻമെന്റും ആ ഒരു കോലാഹലങ്ങളിൽ പാറയ്ക്കൽ ജോസ് പറഞ്ഞതുപോലെ ഒരുപാട് വീടുകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്, പ്രായം ചെന്ന ആളുകളുണ്ട്, രോഗികളുണ്ട്. അവർക്കൊക്കെ ഇനി ഒരു പുതിയൊരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും മറ്റൊരു വീട് കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റൊരു വാസസ്ഥലം കണ്ടെത്താനോ ഒന്നും അവർക്കൊന്നും വലിയ പ്രയാസമാണ്. ഒന്നും അവർക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജോസ് തന്നെ മുമ്പേ ചൂണ്ടിക്കാട്ടി ജോസിന് പറ്റുന്ന ഒരു സാഹചര്യമല്ലെന്ന്. ഇതിനെക്കുറിച്ച് ഇനിയിപ്പം 60 വയസ്സ് ആയ ഞാൻ ഈ രോഗാവസ്ഥയിൽ എനിക്കൊരു വീട് പണിയാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങി നടന്ന ആളുകളെ സംഘടിപ്പിക്കാനും വീട് പണിയാനും ഒന്നും പറ്റത്തില്ല. അതൊന്ന്. രണ്ടാമത് സർക്കാർ കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കുന്നിടത്തോളം വളരെ തുച്ഛമായ തുകയാണ് വെക്കുന്നത്. പിന്നെ കാര്യം നടക്കണമെങ്കിൽ കോടതിയൊക്കെ സമീപിക്കേണ്ടി വരും. ഇതിനിടയിൽ ഇത് സംബന്ധിച്ച ഒരു കേസ് നിലവിൽ ഉണ്ട്, ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട്. അതിനെക്കുറിച്ച് ജോസിന് എന്താ പറയാനുള്ളത്? ഹൈക്കോടതിയിൽ നിങ്ങളെയൊക്കെ കേട്ടതിന് ശേഷം മാത്രമേ ഇതിന്റെ പണികളുമായിട്ട് ഇതിന്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാവുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അത് എല്ലാം ഒരു പ്രഹസനം എന്ന രീതിയിൽ ഒരു ദിവസം വന്ന് തന്നെ 2-3 എഞ്ചിനീയർമാരൊക്കെ ഒന്ന് കേട്ടു, ഇതിന്റെ റിപ്പോർട്ട് അയക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ റിപ്പോർട്ടും കണ്ടിട്ടില്ല. വസ്തു നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുക. ഈ പൈസ എത്ര രൂപ നിങ്ങൾക്ക് തരുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് ഹിയറിംഗ് നടത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയോ നിങ്ങളെ വിളിച്ച് സംസാരിക്കുകയോ പിന്നെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് വരെ അങ്ങനത്തെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഇത് വരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നോട്ടിഫിക്കേഷനകത്ത് ഇത്ര സ്ഥലം എടുക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ വന്ന് ആരുടെയും വസ്തു അളന്നിട്ടില്ല. വസ്തു ആരുടെയും അളന്നിട്ടൊന്നുമില്ല. മഞ്ഞക്കുറ്റി ഇടുന്ന ഒരു സുപ്രഭാതി വന്നിട്ട് സാറ്റലൈറ്റ് വഴിയായിട്ട് ഇത് തൽക്കാലത്തേക്ക് ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേച്ച് പോയതാണ്. അത് ഇട്ടതെന്നും മാറ്റിയാണ് പിന്നെ രണ്ടാമത് അവർ കൊണ്ടുവന്ന് പലയിടത്തും ഇട്ടത്. അത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ചെന്ന് നോക്കിയാൽ അറിയാം. ട്രാഫിക് നമ്മുടെ കൊല്ലം ചെങ്കോട്ട റോഡ് കയറുന്നിടത്തുനിന്ന് വന്ന് നമ്മുടെ ഫയർ സ്റ്റേഷന്റെ അവിടെ കയറുക. അവിടുന്ന് ജൂബിലി മന്ദിരം വനിതാ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ 10-60 കൊല്ലമായി നമ്മുടെ കൊട്ടാരക്കരയുടെ ഒരു ലാൻഡ് മാർക്കാണ് അത്. കാരണം അത് വളരെ വർഷങ്ങളായിട്ട് പലരും ഉദ്യോഗസ്ഥനൊക്കെ വരുന്നവർ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് പൊളിക്കാൻ നിൽക്കുക. അപ്പൊ അത് മിക്കവാറും എല്ലാം പോയി കിട്ടും. അവിടുന്ന് ചാടി വീണ്ടും ഇക്കരെ കയറും. ആരെ സഹായിക്കാനാണെന്ന് അറിയത്തില്ല. അക്കരെ ഇക്കരയും ചാടുക. നേരെ മറിച്ച് പുലവൺ വരുന്ന റോഡ് ക്രോസ് ചെയ്ത് നേരെ ഈ MC റോഡിൽ കയറത്തക്കോണം ഒറ്റ ലൈനിടെ നാളെ ഇനി വീടല്ല എന്ത് പോയാലും നമുക്ക് പ്രശ്നമല്ല. ഇത് മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ കുറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കുറെ സ്വാധീനമുള്ളവർ, അതായത് രാഷ്ട്രീയമായി ചെയ്യുന്ന ഒരു പകപോക്കല. പാറയ്ക്കൽ ജോസ് ആയാലും വാർഡ് കൗൺസിലർ V. ഫിലിപ്പായാലും കോൺഗ്രസ്സുകാരാണ്. നിങ്ങളിത് രാഷ്ട്രീയ വിരോധം കൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഈ വരുന്ന വികസനത്തിന് നിങ്ങൾ തടയിടാൻ ശ്രമിക്കുകയാണോ എന്നൊരു സംശയം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഒരിക്കലുമില്ല. കാര്യം നാടിലെ വികസന പ്രവർത്തനം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. ആ വികസന വിരോധികളുണ്ടെങ്കിൽ പോലും വികസനം തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷേ ഇത് നമ്മുടെ സർക്കാർ സ്ഥലം കിടക്കുമ്പോൾ സ്വകാര്യ വ്യക്തിയുടെ വീടും കൂടും ഒക്കെ ഇടിച്ചു നിരത്തി ഒരു റോഡ് കൊണ്ടുപോകേണ്ട ആവശ്യകത എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ഒരു സംവിധാനം മാറ്റി ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഇതിനു വേണ്ടി ഉണ്ടാകും എന്നൊരു തർക്കവും വേണ്ട. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ ഒരു ചെറിയ ഒരു ഡിഗ്രി അനുസരിച്ച് മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ റോഡും തോടും കൂടെ എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബൈപ്പാസ്
ഈയംകുന്നിൻ്റെ ഭാഗത്ത് എത്തിക്കാൻ കഴിയും എന്നൊരു തർക്കം വേണ്ട. ഇനി ഇടഭാഗങ്ങളിലാണ് ഈ കെട്ടിടങ്ങളും വീടുകളും വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി സ്വല്പോടെ പടിഞ്ഞ് സർക്കാർ സ്ഥലത്തോടെ മാറ്റിയാൽ തീർച്ചയായിട്ടും ഈ 4 വരി പാത നിസ്സാരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു തർക്കമുണ്ട്. ഞാൻ അനുഭവസ്ഥം എന്ന നിലയ്ക്കാണ് ഞാനത് പറയുന്നത്. ഞാൻ മൊത്തം പരിശോധിച്ചിട്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. അതുകൊണ്ട് ഈ നാട്ടുകാരെ ദ്രോഹിക്കാതെ തന്നെ ഈ ബൈപ്പാസ് കൊണ്ടുപോകാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഭാഗത്തുണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ മറ്റ് വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു പരിപാടികളും ഞങ്ങൾ ആരുമില്ല. ഞങ്ങൾ ഈ നിൽക്കുന്നവരെല്ലാം വികസനത്തിന് വേണ്ടി റോഡായാലും മറ്റ് പാലങ്ങളായാലും മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് ചെയ്യുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് മൈൻഡ് ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വികസനം നടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഈ ഭേദഗതിയിലൂടെ ഈ വികസനം നടത്തിയാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എല്ലാം ഗുണകരമായ ഒരു സമീപനമായിരിക്കും എന്ന് മാത്രം പറയുന്നുള്ളൂ. ഈ ബൈപ്പാസ് ഇപ്പം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനകത്തിപ്പം മിക്കവാറും ബൈപ്പാസ് വരണമെങ്കിൽ കുറേ സമയമെടുക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്താനുള്ള പണിയിലേക്കാണ് പോകുന്നതെന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ ഉദ്ഘാടനം നടത്തണമെങ്കിൽ പോലും ലക്ഷങ്ങൾ ചെലവാക്കി ഇതിന് ഉദ്ഘാടനം നടത്താൻ പറ്റും. മിക്കവാറും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ടുവന്നായിരിക്കും ഇതിൻ്റെ ഒരു ഉദ്ഘാടനം മഹാമഹം നടത്താൻ ശ്രമിക്കുന്നത്. ആ ഒരു മാമാങ്കത്തിന് വേണ്ടിയുള്ള കേളികൊട്ട് ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങുന്നുണ്ട്. ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് അതിനകത്ത് ഒരുപാട് പേരുടെ ലിസ്റ്റും സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ അതിലും ഒരു ക്ലാരിറ്റി ഇല്ല. അവസാനം ഇത് ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ തന്നെ അടിയിൽ ഏറ്റവും അടിയിൽ എഴുതിയിട്ടുണ്ട്, ഇതൊരു ആധികാരികമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ല എന്നുള്ളത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്, എന്തൊക്കെയോ ഉടായ്പകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളൊരു സംശയം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ച് ജോസ് പാറക്കലിന് എന്താണ് പറയാനുള്ളത്? ഇത് സർവേ വന്നപ്പോഴാദ്യം എൻ്റെ വസ്തുവിലേ വരുന്നില്ല. അപ്പോൾ അന്ന് വന്ന കുറച്ച് സർവേ നമ്പരും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ട്, അതിനകത്ത് എൻ്റെ വസ്തുവേ വരുന്നില്ല. പക്ഷെ ഇപ്പം രണ്ടാമത് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ജൂലി മന്ദിരത്തിൻ്റെ അവിടുന്ന് ഇക്കര ചാടി കിളിത്തട്ട് കളി നടക്കുന്നതിൻ്റെ കൂട്ടാണ്. ഇക്കര നിന്ന് അക്കരെ ചാടുന്നു, അക്കരെ അങ്ങനെ തോട് 2-3 പ്രാവശ്യം ക്രോസ് ചെയ്യുക. ശരിയായിട്ട് ഒരു അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നേരെ കുന്നക്കരയിൽ നിന്ന് കയറുന്നത് നേരെ MC റോഡ് ക്രോസ് ചെയ്ത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ആ ഭാഗത്ത് എവിടെങ്കിലും ഇന്ന് കയറി കഴിഞ്ഞാൽ ഇതിന്റെ റോഡിന്റെ ലെങ്തിൽ കുറവുണ്ട്. ഈ പറയുന്ന വീടുകളൊന്നും പോകത്തില്ല. സ്ഥാപനങ്ങൾക്ക് ഒക്കെ വലിയ പ്രശ്നമില്ല. അതായത് ഇവിടെ ക്രോസ് ചെയ്യുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊലോൺ പാലത്തിനോട് ചേർന്ന് കൊണ്ടുവച്ചത്. അങ്ങനെ ട്രാഫിക്കിനോട് ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് ജാം കൂടുതൽ ദുഷ്കരമായി തീരത്തേ ഉള്ളൂ. നേരെ മറിച്ച് ആ പഴയ ശാന്തി തിയേറ്റർ കിടന്ന് ആ ഭാഗങ്ങളിലൊക്കെ കാലിയായിട്ട് പാഴ്വസ്തുവായിട്ട് കിടക്കുക. ഇപ്പം വിലയുമില്ല, വിൽക്കുന്നുമില്ല, അവർ പണിയുന്നുമില്ല, കടകളുമില്ല, എല്ലാവരും ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. അവിടെ ക്രോസ് ചെയ്ത് കയറി വന്നു കഴിഞ്ഞാൽ ഈ പൊലോം ജംഗ്ഷനിലെ ട്രാഫിക്കിന് പോലും ഒരു പരിഹാരം കാണും. കാര്യം കോളേജിൽ കയറേണ്ടവർ കോളേജിന്റെ വാതിൽക്ക് നിന്നാൽ മതി, അവർക്ക് ബസ് സ്റ്റാൻഡിലോട്ട് നടക്കണ്ട. അങ്ങനെ കോളേജിന്റെ ഭാഗത്തു നിന്ന് തന്നെ തിരുവനന്തപുരം റോഡിലായാലും പുല്ലൂർ റോഡായാലും കൊല്ലം ആയാലും എല്ലാം വാഹനങ്ങൾ അവിടെ കിട്ടും, അവിടെ വരും. അത് തന്നെ ഒരു 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 എഞ്ചിനീയറിങ് നല്ല രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, സെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊട്ടാരക്കരയെ സംബന്ധിച്ചുള്ള ട്രാഫിക്കിന് തന്നെ ഒരു വലിയ നേട്ടമായിരിക്കും. ഇപ്പോൾ തന്നെ കൊട്ടാരക്കര ടൗൺ ടച്ച് ചെയ്യാതെ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കുന്നക്കര പാലത്തിൻ്റെ അതിലേ കൂടെ ഇറങ്ങി കോളേജ് ജംഗ്ഷനിലൂടെ MC റോഡ് മീൻപിടിപ്പാറ വഴി MC റോഡിൽ ഇറങ്ങാം. അപ്പോൾ ആ റോഡ് ഡെവലപ്പ് ചെയ്താൽ പോലും ഇത്രയും തുക ചെലവ് വരില്ല. വാർഡ് കൗൺസിലർ വി ഫിലിപ്പിനെ തന്നെ അറിയാം. വി ഫിലിപ്പിൻ്റെ വീടിൻ്റെ അടുത്തുകൂടെയാണ് അത് പോകുന്നത്. ആ റോഡ് വളവ് നോത്ത് എടുത്താൽ എങ്ങനെയുണ്ട്? അത് നല്ല രീതിയിൽ തന്നെ അത് വളവ് നോത്ത് അതിനകത്ത് വീതി കൂട്ടിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ലേ? ഈ പറഞ്ഞ ഭാഗം 2 മലകൾ ചേർന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിരന്ന ഭൂമിയിൽ കൂടെ തന്നെ ഈ ബൈപ്പാസ് പോകണം എന്ന് അവർ ആഗ്രഹിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ 110 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ഇതിൻ്റെ പണി എത്രമാത്രം മുന്നോട്ട്, ഇതിൻ്റെ ഭൂമി എടുപ്പ് തന്നെ 50% കൂടി നടക്കത്തില്ല.
പിന്നെ ഒരു വസ്തുക്കാരൻ്റെ കൺസെൻറ്റ് വാങ്ങിക്കണം. ഇത് ഒന്നുമില്ലാതെ സർക്കാരിൻ്റെ സാറ്റലൈറ്റ് സർവേ എന്നും പറഞ്ഞ് ഞങ്ങൾ രാത്രി ഒന്ന് കല്ലുവിട്ടിട്ട് പോയിട്ട് അത് ഞങ്ങളുടെ സർക്കാരിൻ്റെ സ്ഥലമാണെന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് പിന്നെ പ്രദേശങ്ങളുണ്ട്. കാര്യം ലോൺ എടുക്കാൻ ഇതിൻ്റെ ഓരങ്ങളിൽ താമസിക്കുന്ന ഒരു 100-200 മീറ്ററിന് ചുറ്റും താമസിക്കുന്ന ജനത്തിന് ലോൺ എടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് പിന്നെ വസ്തു വിൽക്കാൻ പറ്റുന്നില്ല. ഒരു വസ്തു 10 സെൻറ്റ് സ്ഥലം കൊടുത്ത് പെണ്ണിനെ കെട്ടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ജനദ്രോഹകരമായ ഒരു തീരുമാനം ഇതാണ് ഇതൊക്കെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ അവർ ബാങ്കിൽ ചെല്ലുമ്പോൾ ഞാനൊരു ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എനിക്കറിയാം ഈ കൊട്ടാരക്കര കാർഷിക വികസന ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. കാര്യം പലരും ഈ പ്രദേശത്ത് നിന്ന് ലോൺ എടുക്കാൻ വരുമ്പോൾ ഈ ഒരു തടസ്സം പറഞ്ഞ് അവരെല്ലാം ഒഴിവാക്കുകയാണ്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ വസ്തു എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇത് കൊട്ടാരക്കരയിൽ കേരളത്തിലെമ്പാടും ഒരു ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ്. കാര്യം ഇതെങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയും? അതിന് ഇനിയും കോടികൾ വേണം. ഇനി 500 കോടി ഇല്ലാതെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയത്തില്ല, ഈ 110 കോടി കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ തീരുമാനങ്ങളിലൂടെ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് സത്വര നടപടികളുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് പിന്നെ ഒരു ഭരണകർത്താക്കൾക്ക് പിന്നെ ചേർന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം വിട്ടുപോയി. ഞങ്ങളിതിൻ്റെ ആരംഭകാലഘട്ടത്തിൽ 150 പേരോളം ഈ വസ്തു ഉടമകൾ കൊട്ടാരക്കര പുലമൺ ടൗണിൽ കൂടി അതിൽ നിന്നൊരു തീരുമാനമെടുത്ത് ഞങ്ങളെല്ലാവരും ഏകണ്ഠമായിട്ടൊരു തീരുമാനമെടുത്തു. ഞാൻ അടക്കമുള്ള ഇതിൻ്റെ കൺവീനറായ ജോസ് അടക്കമുള്ള ആൾക്കാർ കൂടി നമ്മളൊരു തീരുമാനമെടുത്ത് ഈ തീരുമാനം മേൽക്കട എല്ലാത്തിനും നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചു. അതിനടിസ്ഥാനത്തിൽ നിവേദനം ഞങ്ങളിതിൻ്റെ ഭാരവാഹികൾ അടക്കം ഞാൻ ഉൾപ്പെടെ ഇത് പിന്നെ കൊടുത്തു. എന്നിട്ട് യാതൊരു വിധമായ നടപടിക്രമങ്ങൾ യാതൊരു വിധമായ പ്രതികരണവും ഒരു ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇപ്പം വരും എന്നല്ലേ നോക്കട്ടെ കാണട്ടെ എന്ന് പറയുന്നതല്ലാതെ ഇത് എത്രമാത്രം ഫലവത്തായ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇത് പ്രാവർത്തികമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തീരുമാനമല്ല ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി ഈ തീരുമാനം മാറ്റി നമ്മൾ ഈ ബൈപ്പാസ് വേണം, കൊട്ടാരക്കര പുലമൺ ബൈപ്പാസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ സർക്കാർ സ്ഥലങ്ങൾ കിടക്കുമ്പോൾ അവിടെ എടുത്ത് മുന്നോട്ട് പോകുന്ന വലിയ ഉചിതം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഞാൻ വാർഡ് കടത്തുന്ന നിലയ്ക്ക് ഈ പ്രദേശം മുഴുവൻ ജനങ്ങൾ അതാണ് ചോദിക്കുന്നത്. ഒരു സർക്കാർ സ്ഥലം കിടക്കുമ്പോൾ അതെടുക്കാതെ ഇതിനെ സ്വകാര്യ വെച്ച പാവങ്ങളുടെ വീട് നഷ്ടപ്പെടുത്തി ഇവിടെ ബൈപ്പാസ് കൊണ്ടുവരുന്നത് എന്ത് കാരണത്തിലാണെന്നുള്ള ചോദ്യമാണ്. അത് മറ്റു പിന്നിൽ പല കാര്യങ്ങളുമുണ്ട് എന്നാണ് ജനം പറയുന്നത്. വികസനത്തിന് ആരും എതിരല്ല, പക്ഷേ ഈ ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. അതിനെല്ലാം ഉത്തരം നൽകേണ്ട ഉത്തരവാദി ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആയ മന്ത്രിക്കുമാണ്. ഈ ആശങ്കകൾ ദൂരീകരിച്ചതിന് ശേഷം ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഏകസ്വരത്തിൽ അവർ ആവശ്യപ്പെടുന്നതും അവരുടെ അഭിപ്രായവും.